മുഅ്മിനായ ഒരു മനുഷ്യനെ, ഈമാനിന്റെ തിളക്കമുള്ള ഒരാളെ നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്നാൽ, ഇതുപോലെ ഇൽമിന്റെ, ദിക്റിന്റെ, സ്വലാത്തിന്റെ, ഖൈറിന്റെ, ദുആഇന്റെ ഒരു മജ്ലിസിൽ കൊണ്ടുവന്നാൽ അവരുടെ മനസ്സ് എന്താ? അൽ മുഅ്മിനു ഫിൽ മസ്ജിദി കസ്സമകി ഫിൽ മാ, വെള്ളത്തിൽ കഴിയുന്ന ഒരു മത്സ്യത്തിന്റെ മനസ്സാണ്. മീനിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജീവിതവും അതിന്റെ ജീവനുമാണ് വെള്ളം. അതൊരു ബക്കറ്റ് വെള്ളമാണെങ്കിലും മീനിന് സമാധാനമാണ്. ആ ബക്കറ്റിൽ നിന്ന് ചാടി വലിയൊരു തോടിലേക്കോ പുഴയിലേക്കോ നദിയിലേക്കോ നേത്രാവതിയിലേക്കോ ചാടുമ്പോ അതിലേറെ ആഹ്ലാദം. വെള്ളം കൂടുന്തോറും മീനിന് സന്തോഷം കൂടുക. അതേപോലെയാണ് ഈമാനുള്ള മനുഷ്യന്മാർ. അവർ ചെറിയ ഒരു 4 ആൾക്കോ 5 ആൾക്കോ ഇരിക്കാൻ പറ്റിയ മുസല്ലയിൽ ഇരിക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. നാട്ടിലെ പള്ളിയിലെത്തിയാൽ അതിലേറെ ആഹ്ലാദമാണ്. അള്ളാഹു അനുഗ്രഹിച്ച നാളെ മക്കത്തുൽ മുകറമയിൽ മസ്ജിദുൽ ഹറാമിലെത്തിയാൽ, ഹബീബായ പുണ്യ നബിയുടെ ചാരത്ത് മസ്ജിദുൻ നബവിയിലെത്തിയാൽ ആ ഹൃദയം ആഹ്ലാദം കൊണ്ട് തുടികൊട്ടുകയായി. മത്സ്യം വെള്ളത്തിൽ ഇരിക്കുന്നത് പോലെ എത്ര സമയം ഇരുന്നാലും കുഴപ്പമില്ലാത്ത അവസ്ഥ. വൽ മുനാഫിഖു ഫീഹി, ഇതേ പള്ളിയിലേക്ക് ഇൽമിന്റെ ഖൈറിന്റെ ഒരു മജ്ലിസിലേക്ക് കപട വിശ്വാസിയായ ഒരാളെ, ഈമാനിന്റെ വെളിച്ചം നല്ലതുപോലെ ഹൃദയത്തിലേശാത്ത ആളുകൾ, പേരിന് മാത്രം മതം പേറി നടക്കുന്ന ആളുകൾ, അവര് പള്ളിയിൽ വന്നാൽ, അവർ ഇൽമിന്റെ മജ്ലിസിൽ വന്നാൽ അവരുടെ മാനസികാവസ്ഥ എന്താണ്? കൂട്ടിലടക്കപ്പെട്ട ഒരു കിളിയുടെ മനസ്സാണ്. കൂട്ടിലടക്കപ്പെടുന്ന കിളിയുടെ മനസ്സെന്താ? അത് ഗോൾഡൻ കേജ് ആണെങ്കിലും സ്വർണത്തിന്റെ കൂടാണെങ്കിലും കിളിക്ക് കൂടിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. അൽഹബ്സു ലൈസ മദ്ഹബി വലൈസ ഫീഹി ത്വറബി വലസ്തു അർലാ ഖഫസ വഇയകും മിൻ ദഹബി. സ്വർണത്തിന്റെ കൂടാണെങ്കിലും എനിക്കിത് വേണ്ട. കാരണം എന്താണ്? എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ വിശാലമായ കാടുമേടുകളിലൂടെ പാറി പറന്നുകൊണ്ട് ഉല്ലസിക്കലാണ്. അതേ മാനസികാവസ്ഥ മുനാഫിഖീങ്ങൾക്ക് പള്ളിയിൽ വരുമ്പോ ഖൈറിന്റെ മജ്ലിസിൽ വരുമ്പോ ഉണ്ടാകുമെന്നുള്ളതാണ്.